അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിഫത്തുൽ വുളൂആണ് പറഞ്ഞത്. വുളൂഇൻ്റെ രൂപം, വുളൂ എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ വിശാലമായി ചർച്ച ചെയ്തു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത് ബാബു അൽ ഈതാരി ഫിൽ ഇസ്തിൻസാരി വൽ ഇസ്തിജ്മാരി. അതായത് ഇസ്തിൻസാർ നമ്മൾ കഴിഞ്ഞ ബാബിൽ പഠിച്ചു. എന്ന് മൂക്കിൽ നിന്ന് വെള്ളം പുറത്ത് കളയാം. വുളൂ ചെയ്യുമ്പോൾ വായിൽ വെള്ളം കൊപ്പിളിക്ക് അതിൻ്റെ കൂടെ മൂക്കിൽ വെള്ളം കയറ്റണമെന്ന് പറയുന്നു. ആ കയറ്റിയ വെള്ളത്തെ പുറത്തേക്ക് കളയുന്ന പ്രവർത്തിക്കാണ് ഇസ്തിൻസാർ എന്ന് പറയുക. ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്ലുകൊണ്ട് മനോഹാരം ചെയ്യുന്നതിനാണ് പറയാം. അപ്പോൾ ബാബിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഹദീസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ ഫഹുവ മസ്ഹുൽ ബൗലി മസ്ഹു മഹല്ലിൽ ബൗലി വൽ ഖായിത്തി. നമ്മൾ മൂത്രിക്ക അല്ലെങ്കിൽ കാഷ്ടിക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥലങ്ങളെ തടവുന്നതിനാണ് എന്ത് പറയുക, ഇസ്തിജ്മാർ എന്ന് പറയാം. പിന്നെ ബിൽ ജിമാരി, എന്തുകൊണ്ട് തടവുക, കല്ലുകൊണ്ട്. ജിമാർ പറഞ്ഞാൽ കല്ലുകൊണ്ട് തടവുന്നതിനാണ് ഇസ്തിജ്മാർ എന്ന് പറയുക. ജിമാർ എന്ന് പറഞ്ഞാൽ വഹിയ അൽ അഹ്ജാർ അസ്ഗാർ, ചെറിയ കല്ലുകളാണ്, അതിനാണ് ജിമാർ എന്ന് പറയുക. പിന്നെ എന്താ പറയുക, അൽ ഇസ്തിത്വാബത്ത് വൽ ഇസ്തിജ്മാറു വൽ ഇസ്തിൻജാ, ഈ മൂന്ന് പദങ്ങളൊക്കെ ഉപയോഗിക്കലുണ്ട്. എന്തിന്, ലിതുത്ഹീരി മഹല്ലിൽ ബൗലി വൽ ഖായിത്തി. പിന്നെ മൂത്രിക്കലിൻ്റെയും കാഷ്ടിക്കിൻ്റെയും സ്ഥലങ്ങളെ ശുദ്ധിയാക്കുന്ന ആ പ്രവർത്തനത്തിന് ഇസ്തിത്വാബത്തിൽ ഇസ്തിജ്മാർ, ഇസ്തിൻജാ എന്നൊക്കെ പറയലുണ്ട്. പക്ഷേ ഇസ്തിജ്മാർ എന്ന് പറഞ്ഞാൽ ആ ലഫ്ദിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫമുഖ്തസുൻ ബിൽ മസ്ഹി ബിൽ അഹ്ജാരി, കല്ലുകൾ കൊണ്ട് മനോഹരം ചെയ്യുന്ന ആ പ്രവൃത്തിക്ക് പ്രത്യേകമായ പേരാണ് ഇസ്തിജ്മാർ എന്നുള്ളത്. പക്ഷേ ഈ ഇസ്തിത്വാബത്ത് എന്നുള്ളതും ഇസ്തിൻജാ എന്നുള്ളതും ഫൈകുനാനി ബിൽ മായി ഫൈകുനാനി ബിൽ അഹ്ജാർ, ഈ രണ്ട് പദങ്ങളും വെള്ളം കൊണ്ട് ശുദ്ധിയാക്കുന്നതിനും കല്ലുകൊണ്ട് ശുദ്ധിയാക്കുന്നതിനും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇസ്തിജ്മാർ എന്നുള്ള പദം പിന്നെ കല്ലുകൊണ്ട് ശുദ്ധിയാക്കുന്നതിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹദീസിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദസനാ ഖുതൈബത്ത് ബിൻ സഈദ് വഅംർ നാഖിദ് ومحمد بن عبد الله بن نمير جميعا عن ابن عيينة قال قتيبة حدثنا سفيان عن أبي زناد عن الأعرج عن أبي هريرة رضي الله عنه وعنهم جميعا يبلغ به النبي صلى الله عليه وسلم قال إذا استجمر أحدكم فليستجمر وترا وإذا تولى أحدكم فليجعل في أنفه ماء ثم لينتصر. ഇത്രയാണ് ഹദീസ് ഉള്ളത്. അപ്പം ഇതിലിങ്ങനെ പറയുന്നതാണ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു യബ്ലുഗു ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. അതായത് യബ്ലുഗു ബിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് റസൂലിലേക്ക് എത്തിച്ചേരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. ആ ഹദീസുമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിൽ നിന്ന് ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഹദീസ്? ഖാല, റസൂൽ പറയാണ്, ഇദാ ഇസ്തജ്മറ അഹദുക്കും ഫലയസ്തജ്മിർ വിത്ര, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കല്ലുകൾ കൊണ്ട് മനോഹരം ചെയ്യുകയാണെങ്കിൽ ഫലയസ്തജ്മിർ വിത്ര, അവൻ വിത്രായിക്കൊണ്ട് മനോഹരം ചെയ്യട്ടെ. വിത്ര എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റയായിക്കൊണ്ട് മനോഹരം ചെയ്യട്ടെ. അതായത് 1, 3, 5, 7 ആ രൂപത്തിൽ അക്കങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് മനോഹരം ചെയ്യട്ടെ. വഇദാ തവല്ല അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും വുളൂ ചെയ്താൽ ഫലിയജ്അൽ ഫി അൻഫിഹി മാഅൻ, അവനവൻ്റെ മൂക്കിൽ വെള്ളത്തെ ആക്കട്ടെ. സുമ്മ ലിയന്തസിർ, പിന്നെ ആ വെള്ളത്തെ അവന് ഒഴിവാക്കി കളയുകയും ചെയ്യട്ടെ. അപ്പോൾ ഈ ഹദീസിൽ ഇവിടെ ഈതാറ് വിത്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ എണ്ണങ്ങൾ, ഒറ്റയായ എണ്ണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ ഇതിൽ പറയാനുള്ളത്, അപ്പോൾ ഒറ്റയായ എണ്ണങ്ങൾ തന്നെ ഉപയോഗിക്കണോ? അതിൻ്റെ എന്ന് വെച്ചാൽ മദ്ഹബുന, നമ്മളുടെ ഷറഹിൽ പറഞ്ഞത് മദ്ഹബുന അന്നൽ ഈതാറ ഫിമ സാദ അല സലാസി, 3 അധികരിച്ച ഈതാർ എന്നുള്ളത് മുസ്തഹബുൻ, അത് സുന്നത്താണ്. വഹാസുലുൽ മദ്ഹബിൻ്റെ മൊത്തത്തിലുള്ള അഭിപ്രായം അന്നൽ ഇൻഖാ വാജിബുൻ, ഇവിടെ ശുദ്ധിയാക്കൽ നിർബന്ധമാണ്. വസ്തിഫാ സലാസിൻ, പിന്നെ അതുപോലെ 3 എണ്ണം പൂർത്തിയാക്കൽ നിർബന്ധമാണ്. സലാസ് മസ്ഹാത്തിൻ 3 എണ്ണം പൂർത്തിയാക്കൽ നിർബന്ധമാണ്, വാജിബൻ, അത് നിർബന്ധമാണ് എന്നാണ് മദ്ഹബിൻ്റെ അഭിപ്രായം. ഇനി വൈൻ ഹസ്വലുൽ ഇൻഖാ ബിസലാസിൻ, 3 തടവൽ കൊണ്ട് തന്നെ ശുദ്ധി കരസ്ഥമാവുകയാണെങ്കിൽ ഫല സിയാദത, അതിനേക്കാൾ അധികരിപ്പിക്കേണ്ടതില്ല. ഇനി വൈലം യഹ്സുൽ, ഇനി 3 തടവൽ കൊണ്ട് ശുദ്ധി കരസ്ഥമായിട്ടില്ലെങ്കിൽ വജബ സിയാദത്തു, അവിടെ അധികരിപ്പിക്കൽ നിർബന്ധമാണ്. ഏതുവരെ, അത് ശുദ്ധിയാകുന്നത് വരെ അധികരിപ്പിക്കണം. സുമൈൻ ഹസ്വല ബി വിത്രിൻ,
ഇനി ഒരു വിത്ര കൊണ്ട് പിന്നെ അതായത് ഒരൊറ്റ സംഖ്യ കൊണ്ട് നമ്മൾക്ക് ശുദ്ധി കരസ്ഥമായാൽ, അതായത് ഒന്നുകിൽ 3 കരസ്ഥമായി, 3 വട്ടം തടവെപ്പ് കരസ്ഥമായി, അല്ലെങ്കിൽ 5 വട്ടം തടവെപ്പ് കരസ്ഥമായി, അല്ലെങ്കിൽ 7 വട്ടം, ഏതെങ്കിലും ഒരു ഒറ്റ സംഖ്യയിൽ നമ്മൾക്ക് ശുദ്ധി കരസ്ഥമായാൽ ഫല ചെയ്യാത്ത, അപ്പം ഇനി അതിൻ്റെ മേലെ അധികരിപ്പിക്കേണ്ടതില്ല, 3 കൊണ്ട് നിർത്താം. ഇൻ ഹസ്വലബി ഷഫ്ഇൻ, ഒരു ഇരട്ട സംഖ്യ കൊണ്ട് നമ്മൾക്ക് ശുദ്ധി കരസ്ഥമായാൽ, ഉദാഹരണം 4 അല്ലെങ്കിൽ 6, അങ്ങനെ ഏതെങ്കിലും ഇരട്ട സംഖ്യ കൊണ്ട് നമ്മൾക്ക് ശുദ്ധി കരസ്ഥമായാൽ ഇസ്തഹബൽ ഈതാറു, അവിടെ നമ്മൾ ഒറ്റയാക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ ഇരട്ട സംഖ്യ കൊണ്ട് ശുദ്ധിയായാൽ പിന്നെ ഒന്നുകൂടി ചെയ്തിട്ട് അതിനെ ഒറ്റ സംഖ്യയാക്കി ആ ഒറ്റ സംഖ്യയിൽ അവസാനിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ് എന്നാണ് ഇമാമുമാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൽ നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാം. നമ്മൾ കഴിഞ്ഞ ബാബിലൊക്കെ പറഞ്ഞിരുന്നു, എന്താണ് ഇസ്തിൻസാർ എന്ന് പറഞ്ഞാൽ മൂക്കിൽ നിന്ന് വെള്ളം പുറത്ത് കളയലാണ്. അപ്പോൾ ചില ആളുകളൊക്കെ രണ്ടിനും പറയുമെന്ന് പറയുന്നത്, മുക്കിൽ വെള്ളം കയറ്റി ചീറ്റലും അതിനും ഇസ്തിൻസാർ എന്ന് പറയുന്നത്. പക്ഷേ ഈ പിന്നെ ഹദീസിന് വളരെ വ്യക്തമാണ്. ഇതിൻ്റെ അവസാനം പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിനകത്ത് അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും വുദൂ ചെയ്താൽ ഫലിയജഅൽ ഫി അൻഫിഹി മാഅൻ, അവനവൻ്റെ മൂക്കിൽ വെള്ളത്തെ ആക്കട്ടെ, എന്നിട്ട് സുമ്മൽ യന്തസിർ എന്നാണ് പറഞ്ഞത്. ആ വെള്ളം ആക്കിയതിനു ശേഷം സുമ്മൽ യന്തസിർ, പിന്നെ ആ വെള്ളത്തെ അവൻ പുറത്ത് കളയട്ടെ. അപ്പോൾ അവിടെ ആദ്യം മൂക്കിൽ വെള്ളം കയറ്റുക എന്നുള്ളതിന് വേറെ വാക്കുകൾ ഉപയോഗിച്ചു, മൂക്കിൽ നിന്ന് വെള്ളം പുറത്തെടുക്കുക എന്നുള്ളതിനാണ് യന്തസിർ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഇസ്തിൻസാറിൻ്റെ മാന എന്താണെന്നുള്ളത് ഈ ഹദീസിന് വളരെ വ്യക്തമാണ്. പിന്നെ ഇൻതിസാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ ഹുവ ഇഖ്റാജുൽ മാഇ മഅദൽ ഇസ്തിൻഷാക്കിന് ശേഷം, അതായത് മൂക്കിൽ വെള്ളം കയറ്റിയതിന് ശേഷം ആ വെള്ളത്തെ പുറപ്പെടുവിക്കുക. മഅമാ ഫിൽ അൻഫി മിൻ മുഖാത്തിൻ വശിബിഹി, എന്താ പറയുക, മൂക്കിലുള്ള ഒന്നിനോടുകൂടെ മിൻ മുഖാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിൻ്റെ ഉച്ചിഷ്ടങ്ങൾ, വശിബിഹി അതുപോലെ ഇത് മൂക്കിലുള്ള കാര്യങ്ങളൊക്കെ അതിനോടുകൂടെ ആ വെള്ളത്തിന് പുറത്തെടുക്കുക, അതിനാണ് ഇസ്തിൻസാർ എന്ന് പറയാം. അടുത്ത ഹദീസിൽ പറഞ്ഞത് حدثني محمد بن رافع حدثنا عبد الرزاق بن حمام أخبرنا معمر بن حمام بن منبه قال هذا ما حدثنا أبو هريرة رضي الله عنه وعنهم جميعا عن محمد رسول الله صلى الله عليه وسلم فذكر أحاديث منها, ഒരുപാട് ഹദീസുകൾ പറഞ്ഞു. മിൻഹ, ആ ഹദീസുകളിൽ പെട്ടതാണ് وقال رسول الله صلى الله عليه وسلم إذا تولى أحدكم فليستنشق بمنخريه من الماء ثم لينتثر. ഇവിടെ ഈ പദം ഈ മൻഖിറൈഹി എന്ന് പറയുന്നത് അതിന് 2 ലുഗത്തുണ്ട്. മിൻഖർ എന്ന് പറയാം, അതുപോലെ ഹുമ ബിഫത്ഹിൽ മീമി വകസ്രിൽ ഖാഇ, മൻഖിർ എന്ന് പറയാം, വബികസ്രിഹിമ മിൻഖിർ എന്ന് പറയാം, മീമിനും ഖാഇനും കസ്റായിക്കൊണ്ടും പറയാൻ പറ്റും. ലുഗത്താൻ മഅറൂഫതാൻ, അത് രണ്ടും പിന്നെ 2 ലുഗത്താണ്. അപ്പോൾ ഫലസ്തൻഷിഖ് ബിമൻഖിറൈഹി ബിൽമാഇ ثم ينتثر, അവൻ്റെ 2 മൂക്കിലേക്കും അവൻ വെള്ളം കയറ്റി ചുറ്റിട്ട് എന്നാണ് പറഞ്ഞത്. മൻഖിർ കൊണ്ട് മൂക്കാണ് ഉദ്ദേശിക്കുന്നത്. حدثنا يحيى بن يحيى قال قرأت على مالك عن ابن شهاب عن أبي إدريس الخولاني عن أبي هريرة رضي الله عنه وعنهم جميعا أن رسول الله صلى الله عليه وسلم قال من تولى فلينتثر ومن استجمر فليوتر. എന്താണ്, ആരെങ്കിലും വുളൂ ചെയ്യുകയാണെങ്കിൽ അവൻ മൂക്കിൽ നിന്ന് വെള്ളം പുറത്ത് കളയട്ടെ. ഒമൻ ഇസ്തിജ്മറ, ആരെങ്കിലും പിന്നെ കല്ലുകൊണ്ട് മനോഹരം ചെയ്യുകയാണെങ്കിൽ ഫല്യുത്ര, അവനെ ഒറ്റയാക്കി ചെയ്യട്ടെ എന്നാണ് പറഞ്ഞത്. അടുത്ത ഹദീസ് حدثنا سعيد بن منصور حدثنا حسان بن إبراهيم حدثنا يونس بن يزيد حدثني حرملة بن يحيى أخبرنا ابن وهب أخبرني يونس عن ابن شهاب أخبرنا أبو إدريس الخولاني أنه سمع أبا هريرة رضي الله عنه وأبا سعيد الخدري رضي الله عنه وعنهم جميعا يقولان, أبو هريرة رضي الله عنه وأبو سعيد الخدري رضي الله عنه പറയുകയാണ്, قال رسول الله صلى الله عليه وسلم بمثله. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഹദീസ് പോലത്തെ ഹദീസ് അവർ ഉദ്ധരിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. حدثني بشر بن الحكم العبدي حدثنا عبد العزيز يعني الدراوردي عن ابن الهاد عن محمد بن إبراهيم عن عيسى بن طلحة عن أبي هريرة رضي الله عنه وعنهم جميعا أن النبي صلى الله عليه وسلم قال إذا استيقظ أحدكم من منامه فلينتثر 3 مرات فإن الشيطان يبيت على خيامشه. ഈ ഹദീസിൽ പറഞ്ഞത്
റസൂൽ പറയുന്നത് ഇസ്തൈഖള അഹദുക്കും നിങ്ങളിൽ നിന്നാരെങ്കിലും എണീറ്റാൽ മിമ്മനാമിഹിൻ്റെ ഉറക്കത്തിൽ നിന്നാരെങ്കിലും എണീറ്റാൽ ഫല്യന്തസിർ അവന് മൂക്കിൽ നിന്ന് വെള്ളം കയറ്റി കളയട്ടെ സിലാസ് മറത്തി 3 തവണ. കാരണം എന്താ? ഇന്ന ഷെയ്ത്താൻ നിശ്ചയമായി ഷെയ്ത്താൻ ഇബീത്തുല ഖയാമി ഷിഹി അവൻ്റെ തരിമൂക്കിൽ പാർക്കുന്നതാണ്. ഈ ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ മ്ലേച്ഛതകളൊക്കെ ഉള്ള സ്ഥലത്താണ് അതിന് കൂടുതൽ സാന്നിധ്യം ഉണ്ടാവും ഷെയ്ത്താൻ്റെ. നമ്മൾ കാഷ്ടിക്കുന്ന അല്ലെങ്കിൽ മൂത്രിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ഉച്ഛിഷ്ടങ്ങൾ വേസ്റ്റുകൾ പുറത്തു പോകുന്ന ആ ഒരു ഇടങ്ങളിലാണ് ഷെയ്ത്താൻ കൂടുതൽ കാണപ്പെടുക. അവിടെ പ്രതീക്ഷിക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്, രണ്ട് തരിമൂക്ക്, അവിടെ നമ്മളെ മൂക്കിൽ വേസ്റ്റുകളൊക്കെ വരുന്ന ആ സ്ഥലത്ത് ഷെയ്ത്താൻ പാർത്തിട്ടുണ്ടാകും. അതുകൊണ്ട് അവൻ്റെ മൂക്കിൽ വെള്ളം കയറ്റി പുറത്ത് കളയട്ടെ എന്നാണ് പറഞ്ഞത്. ഈ ഖയാമീഷ് എന്ന് പറഞ്ഞാൽ അത് ഖൈഷൂമിൻ്റെ ജംആണ്. ഉലമാവ് പറയുന്നത് അലൽ അംഫി മൂക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗം എന്നാണ് ഖൈഷൂമിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മൂക്കിന് മുഴുവനായിട്ടും ഖൈഷൂം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു അഭിപ്രായം വക്കീല ഹിയ ഇളാമിൻ റക്കാക്കും ലയ്യനത്തിന്, അതെന്താ ഒരു നേരിയ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു എല്ലാണ്. ഫി അക്സലം ഫി മൂക്കിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള ഒരു സോഫ്റ്റ് ആയിട്ടുള്ള എല്ലാണ്. ബൈനഹു ബൈന ദിമാഗ് ഈ മൂക്കിൻ്റെയും അതുപോലെ തലച്ചോറിൻ്റെയും ഇടയിലുള്ള വക്കീൽ കയറുതായിരിക്കും. ഇതല്ലാതെ ഒരുപാട് അഭിപ്രായങ്ങൾ അർത്ഥങ്ങൾ ഈ ഖൈഷൂമിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ബാബിൽ ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങൾ. അടുത്ത ബാബു ഉജൂബി വസ്ലി രിജ്ലൈനി 2 കാലുകൾ കഴുകുന്നത് നിർബന്ധമാണ് എന്ന് പറയുന്ന ബാബു. വുളു ചെയ്യുമ്പോൾ 2 കാലുകൾ അവസാനം 2 കാലുകൾ കഴുകൽ നിർബന്ധമാണ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ അങ്ങനെ നിർബന്ധമാണ് എന്ന രീതിയിലൊരു ബാബു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അന്നെന്താണ് നമുക്ക് മനസ്സിലാവുന്നത്? ആരെങ്കിലും അത് നിർബന്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ സ്വാഭാവിക ഒരു ഖിലാഫ് ഉണ്ടെന്നാണ് ആ ടൈറ്റിൽ തന്നെ മനസ്സിലാവുന്നത്. നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാബു കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അർത്ഥം നിർബന്ധമല്ല എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് പറഞ്ഞാൽ അവിടെ ഖിലാഫുണ്ട്, നിർബന്ധമാണോ എന്നുള്ളതിൽ ഖിലാഫുണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ഹദീസ് നോക്കാം. ഹദീസന ഹാറൂൻ ബിനു സഈദ് അൽ-ലൈലി വഅബു ത്വാഹിർ വഅഹ്മദ് ബിൻ ഈസ ഖാലു അഖ്ബർനാ അബ്ദുല്ലാഹി ബിൻ وهب عن مخرمة بن بكير عن أبيه عن سالم مولى شداد قال دخلت أنا على عائشة رضي الله عنها وعنهم جميعا زوج النبي صلى الله عليه وسلم زوج النبي صلى الله عليه وسلم يوم توفي سعد بن أبي وقاص رضي الله عنه فدخل عبد الرحمن بن أبي بكر رضي الله عنه فتوضأ عندها فقالت يا عبد الرحمن أسبغ الوضوء فإني سمعت رسول الله صلى الله عليه وسلم يقول ويل للعقاب من النار. അപ്പോൾ ഈ ഹദീസിൽ പറയാണ്, സാലിം എന്നവർ അറിയാം, സാലിമിൻ മൗല ഷദ്ദാദ് എന്നവരുടെ മൗലിയായ സാലിം എന്നവർ പറയാണ് ഖാല ദഖൽതു അലാ ആയിഷത സൗജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ തുവഫിയ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹ എന്നവരുടെ അടുക്കിലേക്ക് ചെന്നു. അവരുടെ അടുക്കൽ പ്രവേശിച്ചു. ഫദഖല അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കറിൻ, അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ എന്നവരും എവിടേക്ക് വന്നു. ഫതവല്ലഅ ഇൻദഹ, അപ്പോൾ അങ്ങനെ ആയിഷ ബിയുടെ സമീപത്ത് നിന്ന് അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ എന്നിവർ വുളൂ ചെയ്തു. അബ്ദുറഹ്മാൻ ബിൻ അബി ബക്കർ എന്ന് പറഞ്ഞാൽ ആരാ? ആയിഷ ബീവിയുടെ സഹോദരനാണ്. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകളല്ല ആയിഷ ബീവി. അപ്പോൾ അവരുടെ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകനാണ് അബ്ദുറഹ്മാൻ എന്നവർ. അപ്പോൾ ആയിഷ ബീയുടെ സഹോദരനാണ്. അവർ ആയിഷ ബീയുടെ സമീപത്ത് നിന്നും വുളൂ ചെയ്യുന്നു. ഫഖാലത്ത്, അപ്പോൾ ആയിഷ ബീ പറഞ്ഞു, യാ അബ്ദുറഹ്മാൻ എന്നിവർ അസ്ബിഗൽ വുളൂ, നിങ്ങൾ വുളൂവിനെ വ്യാപിപ്പിക്കണം, പൂർണ്ണമായി ചെയ്യണം. ഫഇന്നി സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വൈലുൻ ലിൽ അഅഖാബി മിനൻ നാർ, ഈ നിര്യാണിയുടെ മടമ്പിൻ്റെ ആളുകൾക്കാണ് നരകം, കാലിൻ്റെ മടമ്പിൻ്റെ ആളുകൾക്കാണ് നരകം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് മടമ്പ് സൂക്ഷിച്ച് കഴുകാത്ത ആളുകൾക്കാണ് നരകം എന്നാണ് ഹദീസിൽ പറയുന്നത്. അപ്പോൾ മടമ്പ് സൂക്ഷിച്ച് കഴുകണം എന്നാണ് എഴുതിയെന്ന് മനസ്സിലാവുന്നത്. പിന്നെ ഏതായാലും 2-3 ഹദീസ് കൂടി വായിച്ചിട്ട് ശറഹ് വായിക്കാം. وحدثني حرملة بن يحيى حدثني بن وهب أخبرني حيوة أخبرني محمد بن عبد الرحمن أن أبا عبد الله مولى شداد بن الهاد حدثه أنه دخل على عائشة رضي الله عنها وعنهم جميعا فذكر عنها النبي صلى الله عليه وسلم بمثله. നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ അവരും ആയിഷ ബിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. وحدثني محمد بن حاتم وابو معن الرقاشي قال حدثنا محمد عمر بن يونس حدثنا عكرمة بن عمار حدثني يحيى بن أبي كثير قال حدثنا അല്ലെങ്കിൽ ഹദസന രണ്ടും ഉദ്ധരിച്ചിട്ടുണ്ട്. അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ ഹദസനി സാലിമിൻ മൗല അൽ മഹ്രി
قال خرجت أنا وعبد الرحمن بن أبي بكر في جنازة سعد بن أبي وقاص رضي الله عنه وعنهم جميعا فمررنا على باب حجرة عائشة رضي الله عنها فذكر عنها عن النبي صلى الله عليه وسلم بمثله. ഇവിടെ പറഞ്ഞത് ഷദ്ദാദ് എന്നവർ ഉദ്ധരിക്കുകയാണ്. ഖാല അദ്ദേഹം പറയുന്നു ഖറജ്തു അന വ അബ്ദുറഹ്മാൻ, ഞാനും അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ എന്നിവരും പിന്നെ പുറപ്പെട്ടു ഫി ജനാസത്തി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ ജനാസയുടെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഫമറർന അലാ ബാബി ഹുജ്റത്തി ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ റൂമിൻ്റെ ആ വാതിലിൻ്റെ അരികിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു. അങ്ങനെ അപ്പോഴാണ് ഫദക്കർ അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഹദീസ് ആയിഷ ബീവിയിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് ഉദ്ധരിച്ചത് ആ സമയത്താണ്. حدثنا سلمة بن شبيب حدثنا الحسن بن عيينة حدثنا فليح حدثني نعيم بن عبد الله عن سالم مولى شداد بن الهاد رضي الله عنه وعنهم جميعا قال كنت أنا مع عائشة رضي الله عنها فذكر عنها النبي صلى الله عليه وسلم بمثله. وحدثني زهير بن حرب حدثنا جرير حدثنا إسحاق أخبرنا جرير عن منصور عن هلال بن ياسف عن أبي يحيى عن عبد الله بن عمرو قال رجعنا مع رسول الله صلى الله عليه وسلم من مكة إلى المدينة حتى إذا كنا بماء بالطريق تعجل قوم عند العصر فتوضؤوا وهم عجال فانتهينا إليهم وأعقابهم تلوح لم يمسها الماء فقال رسول الله صلى الله عليه وسلم ويل للأعقاب من النار أسبغوا الوضوء. ഇതിൽ പറയാണ് അബ്ദുല്ലാഹി ബിൻ അംർ എന്നവർ പറയാണ് ഖാല അദ്ദേഹം പറഞ്ഞു റജഅന മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് ഞങ്ങൾ മടങ്ങി ഇല്ല മദീനയിലേക്ക് മടങ്ങി. ഹത്ത അപ്പോൾ എത്രത്തോളം ഹത്ത കുന്ന ബിമാഇൻ, ഞങ്ങളൊരു വെള്ളത്തിൻ്റെ അരികിലെത്തിയപ്പോൾ ബിത്വരിക്ക് വഴിയിൽ ഉള്ള ഒരു വെള്ളത്തിൻ്റെ അരികിലെത്തിയപ്പോൾ തഅജ്ജല ഖൗമുൻ ഇൻദൽ അസ്രി, അസ്ർ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ കുറച്ച് ആളുകൾ അതിലേക്ക് പെട്ടെന്ന് ഉളരിപ്പോയി. എന്നിട്ട് ഫതവല്ലഉ, അവർ വുളൂ ചെയ്തു. വഹും ഇജാലുൻ, അവർ ഇജാൽ എന്ന് പറഞ്ഞാൽ മുസ്തഅജിലൂൻ എന്ന് പറയും, പെട്ടെന്ന് ചെയ്യുന്ന ആൾക്കാർ, ധൃതി പിടിച്ച് വേഗം ചെയ്യുന്ന ആൾക്കാരില്ലേ, ഒരിക്കലും ഇജാൽ എന്ന് പറയാം. അപ്പോൾ വഹും ഇജാലുൻ, അവർ പെട്ടെന്ന് വുളൂ ചെയ്തു. ഫന്തഹീനായിരിക്കും, അപ്പോഴേക്കും ഞങ്ങൾ അവരുടെ അടുക്കിലേക്ക് എത്തി. അഅഖാബുഹും തുലൂഹു ലം യമസ്സഹൽ മാഉ, അവരുടെ പിന്നെ മടമ്പുകളൊന്നും അവർ ശരിക്കും കഴുകിയിട്ടില്ല. ലം യമസ്സഹൽ മാഉ, അതിന് പിന്നെ വെള്ളം സ്പർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മടമ്പുകൾ ശരിക്കും അവർ കഴുകിയിട്ടില്ല, അവർ പെട്ടെന്ന് വുളൂ ചെയ്തുകൊണ്ട് പോന്നിക്കാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൈലുൻ ലിൽ അഅഖാബി മിനന്നാർ, പിന്നെ മടമ്പിൻ്റെ ആളുകൾക്കാണ് നരകം എന്ന് പറഞ്ഞാൽ മടമ്പ് ശരിക്കും കഴുകാത്ത ആളുകൾക്കാണ് നരകം. അസ്ബിഖുൽ വുളൂ, നിങ്ങളുടെ വുളൂവിനെ പൂർണ്ണമായി ചെയ്യുക എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഈ ഇവിടെ മുസ്ലിം റഹിമഹുല്ലാഹ് വലിൽ അഅഖാബി മിനന്നാർ അസ്ബിഖുൽ വുളൂ എന്ന ഹദീസ് കൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ബാബിൻ്റെ ടൈറ്റിൽ തന്നെ വ്യക്തമാണല്ലോ. മടമ്പ് കഴുകൽ നിർബന്ധമാണ്, തടവിയാൽ പോരാ. കാലിൻ്റെ മടമ്പിനെ തടവിയാൽ പോരാ, അതിന് കഴുകൽ നിർബന്ധമാണ് എന്നുള്ളതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് എന്നൊരു ബാബുകൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇമാം മുസ്ലിം എന്നവരുടെ അഭിപ്രായത്തിൽ മടമ്പ് കഴുകൽ നിർബന്ധമാണ് എന്ന് തന്നെയാണ്. പിന്നെ ഇതിൽ കുറച്ച് ആളുകളൊക്കെ വേറെ അഭിപ്രായങ്ങളുണ്ട്. ചില ആളുകൾ പിന്നെ കാല് കഴുകൽ നിർബന്ധമാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തടവൽ പിന്നെ മതിയാവില്ല. പിന്നെ വേറെ അഭിപ്രായം, പിന്നെ ഈ കഴുകലോട് കൂടെ തടവൽ നിർബന്ധമില്ല. നമ്മളിപ്പോൾ ഒരാൾ കാല് കഴുകിയാൽ അതിനോട് കൂടെ ചില ആളുകളൊക്കെ പറഞ്ഞത് കഴുകിയാലും പിന്നെ ഒന്ന് തടവണം എന്നാണ്, പക്ഷെ കാല് തടവൽ നിർബന്ധമില്ല. പിന്നെ അതുപോലെ പിന്നെ ഷിയ കുറച്ച് വിഭാഗമൊക്കെ പറഞ്ഞത് ആ കാല് രണ്ട് കാലം തടവൽ നിർബന്ധമാണ് എന്നാണ് ഷിയയിലുള്ള കുറച്ച് ആളുകളുടെ ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം. പിന്നെ ജുബായി എന്ന് പറയുന്ന നമുക്കറിയുണ്ടാവും മുഅ്തസിലിയാക്കളുടെ അവരുടെ നേതാവായ അദ്ദേഹം പ്രബലമാക്കിയിട്ടുള്ള അഭിപ്രായം തഖയ്യുറു ബൈനൽ മസ്ഹി വൽ ഗ്സ്ലി, കഴുകാം അല്ലെങ്കിൽ തടവാം, രണ്ടും ചെയ്യുന്ന ആൾക്ക് ഇഷ്ടം പ്രവർത്തിക്കാം, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ അഭിപ്രായമുണ്ട്. പക്ഷെ പ്രബലമായ അഭിപ്രായം എന്തുതന്നെയാണ്, പിന്നെ കഴുകൽ നിർബന്ധമാണ് എന്ന് തന്നെയാണ്, തടവിയാൽ പോരാ എന്നാണ്. പിന്നെ ലാഹിരിയാക്കളുടെ അഭിപ്രായം രണ്ടും ചെയ്യണമെന്നാണ്, രണ്ടും ചെയ്യൽ നിർബന്ധമാണെന്നാണ്. തടവുകയും വേണം കഴുകുകയും വേണം, അത് രണ്ടും നിർബന്ധമാണ് എന്നാണ്. പക്ഷേ പ്രബലമായ അഭിപ്രായം നമ്മൾ പറഞ്ഞ പോലെ കഴുകൽ നിർബന്ധമാണ് എന്ന് തന്നെയാണ്, തടവൽ സുന്നത്തൊന്നുമില്ല.
പിന്നെ വലിയ അഖാബി മിനാർ എന്ന് ഈ ഹദീസിൽ ഒരുപാട് വന്നല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവിടെ റസൂൽ ഇങ്ങനെ തവാഅദഹ അവരിങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ കാരണം ലാദിന് തുഹാർദിഹ ആ പിന്നെ ആൾക്കാബ് മടമ്പുകൾ വൃത്തിയാവാത്തത് കൊണ്ടാണ്, ശുദ്ധിയാവാത്തത് കൊണ്ടാണ്, അത് ശുദ്ധിയാകൽ പരിപൂർണമാവാത്തത് കൊണ്ടാണ് അവരോട് അങ്ങനെ പറഞ്ഞത്. ഇനി അവിടെ ഈ മസ്ഹ് അവർ പെട്ടെന്ന് ഉള്ളൂ ചെയ്തുകൊണ്ട് തടവി പോയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ വലവുകാരിൽ മസ്ഹു കാഫിയൻ ഈ തടവിൽ മതിയാകുമായിരുന്നെങ്കിൽ മതവാഴതിനും തിർക്കി ഹൊസ്ലി അക്കബീഹി അവിടെ ഈ 2 കാലുകൾ നെര്യാണി മടമ്പ് കഴുകൽ ഉപേക്ഷിച്ച ആളുകൾ റസൂൽ ഇങ്ങനെ അവിടെ തവാഅദ എന്ന് പറഞ്ഞാൽ പിന്നെ താക്കീത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ തടവിയത് മതിയാകുമായിരുന്നെങ്കിൽ പിന്നെ റസൂൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ അതിന് മനസ്സിലാവുന്നത് കഴുകി തന്നെ വേണം എന്ന് തന്നെയാണ്. ഇനി അടുത്ത ഹദീസ് ഹദീസിന അബൂബക്കർ بن أبي شيبة حدثنا وكيع عن سفيان حدثنا ابن المثنى وابن بشار قال حدثنا محمد بن جعفر قال حدثنا شعبة كلاهما عن منصور بهذا الإسناد وليس في حديث شعبة رضي الله عنه وعنهم جميعا أسبغ الوضوء وفي حديثه عن أبي يحيى العارج. പിന്നെ വേറെ ഹദീസ് ഹദثنا شيبان بن فروخ وأبو كامل الجحدري جميعا عن أبي عوانة قال أبو كامل حدثنا أبو عوانة عن أبي بشر عن يوسف بن ماهك عن عبد الله بن عمرو وقال تخلف عن النبي صلى الله عليه وسلم. അബ്ദുല്ലാഹി ബിൻ അമർ എന്നവർ പറയാണ് റസൂൽ ഞങ്ങളിൽ നിന്ന് കുറച്ച് പിന്തിയാണ് വന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ മുമ്പിൽ പോയി, റസൂൽ ഞങ്ങളെ കുറച്ച് പിറകിലായിരുന്നു. ഫി സഫരിൻ സാഫർനാഹു ഞങ്ങൾ യാത്രയിൽ ആ യാത്ര ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്ര. ഫഅദ്റക്ന അങ്ങനെ ഞങ്ങൾ എത്തിച്ചു. വഖദ് ഹളറത്ത് സ്വലാത്തുൽ അസ്രി അസ്ർ നിസ്കാരം ഹാജറായി. ഫജഅൽന നംസഹു അർജുലിനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ കാലുകൾ തടവാൻ തുടങ്ങി, കാലുകൾ തടവാൻ തുടങ്ങി. ഫനാദ അപ്പോൾ റസൂൽ വിളിച്ചു പറഞ്ഞു, അതായത് സാഫർനാഹു ഫാദറക്കിന ഞങ്ങൾ റസൂലിനെ ഫാദറാക്കാന റസൂൽ ഞങ്ങളെ എത്തിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് പോയിരുന്നു. റസൂൽ ഞങ്ങളെ പിറകിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂൽ ഞങ്ങളുടെ അടുക്കിലേക്ക് എത്തി. അപ്പോഴേക്കും അസ്ർ നിസ്കാരമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വുളൂ ചെയ്യണം. അപ്പോൾ ഫജഅൽന നംസഹു അലാ അർജുലിന ഞങ്ങളുടെ കാലുകളെ തടവാൻ തുടങ്ങി. ഫനാദ അപ്പോൾ റസൂൽ വിളിച്ചു പറഞ്ഞു വൈലുൽ ലിൽ അഖാബി മിനാർ. പിന്നെ ഹദثنا عبد الرحمن بن سلام الجحمي حدثنا ربيع يعني بن مسلم عن محمد وهو بن زياد عن أبي هريرة رضي الله عنه وعنهم جميعا أن النبي صلى الله عليه وسلم رأى رجلا لم يغسل عقبيه فقال ويل للعقاب من النار. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ് എന്താണ്, റസൂൽ ഒരു പുരുഷനെ കണ്ടു, ഒരു റജുലിനെ കണ്ടു, ലം യഗ്സിൽ അഖബീഹി അയാളുടെ മടമ്പ് കഴുകിയിട്ടില്ല, അങ്ങനത്തെ ഒരാളെ കണ്ടു. ഫഖാല അപ്പോൾ റസൂൽ പറഞ്ഞു വൈലുൽ ലിൽ അഖാബി മിൻ നാർ. പിന്നെ അടുത്ത ഹദീസ് ഹദثنا ഖുദൈബ ബിൻ അബൂബക്കർ بن أبي شيبة وأبو كريب قالوا حدثنا وكيع عن شعبة عن محمد بن زياد عن أبي هريرة رضي الله عنه وعنهم جميعا أنه رأى قوما أبو هريرة പറയാണ് أنه رأى قوما يتوضؤون من الطهارة فقال أسبغوا الوضوء فإني سمعت رسول الله صلى الله عليه وسلم سمعت أبا القاسم صلى الله عليه وسلم يقول ويل للعراقيب من النار. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് അന്നഹു റഅ ഖൗമൻ അദ്ദേഹം കുറച്ച് ആളുകളെ കണ്ടു യതവല്ലഉൻ മിനൽ മിതുഹറതി അവരെന്ത് ചെയ്യുന്നു, കുറച്ച് ആളുകൾ മിനൽ മിതുഹറതി ഒരു പാത്രത്തിൽ നിന്ന്, മിതുഹറത്ത് പറഞ്ഞാൽ ശുദ്ധിയാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എന്നാണ്. അതിന് 2 ലോകത്തിൽ പറയാറുണ്ട്, മിതുഹറത്ത് മതുഹറത്ത് എന്നും പറയാറുണ്ട്. മിതുഹറത്ത് പറഞ്ഞാൽ ആ പാത്രം വുളൂ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്നുള്ള രൂപത്തിൽ, മതുഹറത്ത് പറഞ്ഞാൽ വുളൂ ചെയ്യാൻ എടുക്കുന്ന സ്ഥലം എന്നുള്ള രൂപത്തിൽ. മക്കാനായിട്ടും ആലത്തായിട്ടും ഇസ്മു ആലത്തായിട്ടും 2 ലോകത്തുണ്ട്. അപ്പോൾ യതവല്ലഉൻ മിനൽ മിതുഹറത്തി എന്ന് വായിക്കാം, മിനൽ മതുഹറത്തി എന്ന് വായിക്കാം. അപ്പോൾ അവരങ്ങനെ ആ ഒരു പാത്രത്തിൽ നിന്ന് വുളൂ ചെയ്യായിരുന്നു. ഫഖാല അപ്പോൾ അദ്ദേഹം പറഞ്ഞു അസ്ബിഗുൽ വുളൂ നിങ്ങൾ വുളൂവിനെ പൂർണ്ണമായി ചെയ്യുക. ഫഇന്നി സമഅതു അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. വൈലുൽ അറാഖീബി മിനൻ നാർ. അറാഖീബ് എന്ന് പറഞ്ഞാൽ അൽ അളമു നമ്മുടെ പിന്നെ ഒരു എല്ല് ആണ്. നമ്മൾ ഇത് പറയില്ല മടമ്പിൻ്റെ എല്ലിനാണ് അറാഖീബ് എന്നും പറയും. മിനൻ നാർ അവർക്കാണ് നരകം. അപ്പോൾ മടമ്പിൻ്റെ ഭാഗത്തുള്ള എല്ലിനെ കുറിച്ചാണ് അറാഖീബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്കാണ് നരകം, അത് സൂക്ഷിച്ചു കഴുകാത്ത ആളുകൾക്കാണ് നരകം എന്ന് പറഞ്ഞു. ഹദثنا زهير بن حرب حدثنا جرير عن سهيل عن أبيه عن أبي هريرة رضي الله عنهم جميعا قال رسول الله صلى الله عليه وسلم ويل للعقاب من النار.
ഇവിടെയും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ മത്തുഹറത്തി അത് മനസ്സിലായല്ലോ. അപ്പം ഇൻഷാ അല്ലാഹ് ഈ 2 ബാബും കഴിഞ്ഞു. ഇവരുടെ എത്ര മതിയാകും ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.